ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ പ്രെയിം ഹാൻഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്സ്? എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഫേമസ് പെയിൻറ്റിങ്ങിൻ്റെ പിറകിലുള്ള സ്റ്റോറികൾ എപ്പോഴെങ്കിലും നിങ്ങളെ വണ്ടേർഡ് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിംഗ് പ്രേയിങ് ഹാൻഡ്സ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എന്തിനെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്? യെസ്, ക്ലാസിക്കൽ പെയിൻറ്റിംഗ് പ്രേയിങ് ഹാൻഡ്സ്. പ്രേയിങ് ഹാൻഡ്സ് എന്ന ഒരു ക്ലാസിക്കൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലെറ്റസ് റീഡ്, നമുക്ക് വായിച്ചു നോക്കാമല്ലേ. അപ്പോൾ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? യെസ്, പ്രാർത്ഥിക്കുന്ന കൈകൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കൈകൾ. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ അഥവാ കരങ്ങൾ. ഓക്കെ, ദാറ്റ് back in the 15th century, in a tiny village in Germany, lived the Dürer family with 18 children. എന്താ പറയുന്നത്? 15th സെഞ്ച്വറിയിൽ ജർമ്മനിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ, ടൈനി മീൻസ് ചെറിയ അല്ലേ, ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ആര് താമസിച്ചിരുന്നു? ഡ്യൂറർ ഫാമിലി. എങ്ങനെയാണ് ഡ്യൂറർ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താണ്? 18 ചിൽഡ്രൻ 18 കുട്ടികളുള്ള ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നു. 18, അതെ 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. എന്താ പറയുന്നത്? ജസ്റ്റ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദിസ് ബിഗ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ട് ദ ഫാദർ ഹു ഹാസ് ഗോൾഡ് സ്മിത്ത് ബൈ പ്രൊഫഷൻ ആരാണ് അദ്ദേഹം? സ്വർണ്ണ പണിക്കാരനാണ് അല്ലേ, ഗോൾഡ് സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ത് ചെയ്യാണ്? വർക്ക് ഫോർ ദ ഓൾമോസ്റ്റ് 18 ഹവേഴ്സ് എ ഡേ. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ദിവസത്തിൽ 18 മണിക്കൂറോളം അദ്ദേഹം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഹി ആൾസോ ടുക്ക് ആൻ എനി അതർ പേയിങ് ജോബ് ദ കുഡ് ഫൈൻഡ് ഇൻ ദ നൈബർഹുഡ്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം അയൽ പ്രദേശങ്ങളിലൊക്കെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ എന്താണ് ഇതുപോലെ ജോലി കിട്ടുകയാണെങ്കിൽ, പേയിങ് ജോബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, 2 of the older children, Albert and Albert, had a dream. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, അതായത് ഒരു പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയായിട്ട് പോലും 2 of the older children, അദ്ദേഹത്തിൻ്റെ മക്കളിൽ മുതിർന്ന 2 പേരേതാണ്? ആൽബ്രഷ്റ്റും ആൽബർട്ടിനും എന്തുണ്ടായിരുന്നു? ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഹാഡ് എ ഡ്രീം. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. അവർ 2 പേരും എന്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? അവരുടെ ആർട്ട് ടാലൻറ്റ് എന്ത് ചെയ്യാൻ, തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പെർസ്യൂ മീൻസ് കണ്ടിന്യൂ. അത് അവർ തുടരണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. But they knew that their father would never able to send them to study at the academy. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു എന്ത്? അവരുടെ അച്ഛൻ ഒരിക്കലും അവരെ എന്താണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ സെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ആഫ്റ്റർ മെനി ലോങ് ഡിസിഷൻസ് ദ 2 boys ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. എന്താണ്? ഒരുപാട് ഡിസ്കഷൻ മീൻസ് ചർച്ചകളല്ലേ. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ദ 2 boys ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. അവർ 2 പേരും 2 ആൺകുട്ടികളും എന്താണ് ഒരു പാക്ട് അല്ലെ, ഒരു ഉടമ്പടി, അതായത് ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഫൈനലി ഒരു അവസാനത്തിലൊരു തീരുമാനത്തിലെത്തി. ഒരു പാക്ട്, അതായത് പാക്ട് മീൻസ് ഉടമ്പടി. ഓക്കെ, ഒരു ഉടമ്പടിയിലെത്തി. ദി വുഡ് ടോസ് ദ കോയിൻ. അവരെന്ത് ചെയ്യാണ്? കോയിൻ ടോസ് ചെയ്യുകയാണല്ലേ. നമ്മൾ ഗെയിമോ കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കോയിൻ ടോസ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, ദ ലോസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്. അപ്പോൾ ലോസർ എന്ത് ചെയ്യണം? അതിൽ തോൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്, അടുത്തുള്ള ഖനിയിൽ പോകണം. ഹിസ് ഏണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാഡമി. എന്നിട്ട് പോകുന്ന ആളില്ലേ, അവൻ്റെ ഏണിങ്സ് എന്ത് ചെയ്യണം? പോകാത്ത മറ്റേ ബ്രദർ ഉണ്ടാവില്ലേ, വിൻ ചെയ്തിട്ടുള്ള ബ്രദറില്ലേ, ആ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അവനെ അക്കാഡമിയിൽ പഠിപ്പിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ മറ്റ് സഹോദരൻ്റെ ഏണിങ്സ് എടുക്കണം. അതായത് ഇതിൽ വിജയിക്കുന്നവരാരാണോ
അവർക്ക് അക്കാദമിയിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇൻ 4 years the brother who won the toss would complete his studies. He would then support his brother to go to the academy. If necessary, he would even work in the mines for that. എന്താ പറയുന്നത്? ഇൻ 4 years 4 വർഷങ്ങൾ എന്ത് ചെയ്യണം? ദ ബ്രദർ who won the toss would complete his studies. ആരാണ് ഈ ടോസിൽ ജയിക്കുന്നത്? അവൻ 4 വർഷം കൊണ്ട് അവൻ്റെ എന്ത് ചെയ്യണം? ഇത് ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. ഹി വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാഡമി. അതിനുശേഷം അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ബ്രദറിനെ, അതായത് ഇപ്പോൾ തോൽക്കുന്ന ബ്രദറില്ലേ, അവൻ്റെ ബ്രദറിനെ, ഈ തോറ്റ ബ്രദറിനെ വീണ്ടും എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അക്കാദമിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇഫ് നെസസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. എന്താണ് അതിന് വേണ്ടിയിട്ട്? ഇനി മൈനിൽ പോയിട്ട് ഇതേപോലെ ഗരിയിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടാണെങ്കിലും എന്തായാലും അവൻ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്തിട്ട് അവനെ അക്കാഡമിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇതായിരുന്നു ഇവരുടെ ഒരു പാക്റ്റ് എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. One Sunday morning after church, they tossed the coin that would determine their future. അപ്പോൾ ഒരു സൺഡേ മോർണിങ്ങിനല്ലേ, ആഫ്റ്റർ ചർച്ചിൽ പോയി വന്നതിന് ശേഷം അവർ എന്ത് ചെയ്യാണ്? they tossed the coin that would determine their future. അവരുടെ ഫ്യൂച്ചർ, അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? കോയിൻ ടോസ് ചെയ്യാണ്. ആൽബ്രഷ്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വോൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. അപ്പോൾ ആൽബ്രഷ്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ, അതായത് ആൽബ്രഷ്റ്റ് ഡ്യൂറർ ആരാണ്? അനിയനാണല്ലേ, അതായത് ദ യങ്ങർ ബ്രദർ വോൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. അപ്പോൾ യങ്ങർ ബ്രദർ ജയിക്കുകയാണല്ലേ, അപ്പോൾ അവൻ ജയിച്ച് അക്കാദമിയിലേക്ക് പോയി. ആൽബർട്ട് ഡ്യൂററാണ് അപ്പോൾ യങ്ങർ ബ്രദർ, അവനാണ് ജയിക്കുന്നത്. ഓക്കെ, ദെൻ ആൽബർട്ട് വെൻ ഡൗൺ ഇൻ ടു ദ ഡേഞ്ചറസ് മൈൻസ് ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 4 years. അപ്പോൾ നമ്മുടെ ആൽബർട്ടില്ലേ, ആൽബർട്ട് എങ്ങോട്ടേക്ക് പോയി? യെസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻസ് ഇല്ലേ, ഡേഞ്ചറസ് മൈൻസ്, അതായത് ഖനികളിലൊക്കെ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യെസ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ആൽബർട്ട് വെൻ ഡൗൺ ടു ദ ഡേഞ്ചറസ് മൈൻസ് ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 4 years സപ്പോർട്ടഡ് ഹിസ് ബ്രദർ. അടുത്ത 4 വർഷം അവൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽബർട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻസിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പോയി. Then Albrecht's work at the academy was almost an immediate sensation. എന്താണ് അവിടെ ഉണ്ടാക്കുന്നത്? ആൽബ്രഷ്റ്റ് വർക്ക്, അതായത് യങ്ങർ ബ്രദർ ഇല്ലേ, അവൻ്റെ പേരാണ് ആൽബ്രഷ്റ്റ്. അപ്പോൾ ആൽബ്രഷ്റ്റിൻ്റെ വർക്ക് എന്താണ്? അക്കാദമിയിൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു സെൻസേഷൻ ഉണ്ടാക്കുകയാണ്. ആൽബർട്ട് ക്യാച്ചിങ് ദിസ് ഹുഡ് ഹഡ്സ് ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ് were far better than those of most his professors. യെസ്, ആൽബർട്ട്സ് ഇച്ചിങ്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, കൊത്തുപണികളില്ലേ. ദെൻ ഹിസ് വുഡ് കട്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രിൻറ്റിങ് മെത്തേഡാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പ്രിൻറ്റിങ് മെത്തേഡാണ്. അതായത് ഈ മരത്തിലൊക്കെ കൊത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രൂപം കൊത്തിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുന്ന ഒരു രീതിയാണിത്. ഓക്കെ, ദെൻ ഹിസ് വുഡ് കട്ട് ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ്സും എന്താണ്? യെസ്, വേർ ഫാർ ബെറ്റർ ദാൻ ദോസ് ഓഫ് മോസ്റ്റ് ഓഫ് ഹിസ് പ്രൊഫസേഴ്സ്. അവൻ്റെ പ്രൊഫസേഴ്സിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു അവൻ്റെ ആരുടേത്? യെസ്, ആൽബ്രഷ്റ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. By the time he graduated, he was beginning to earn a considerable fee for his works. എന്താണ്? by the time he graduated, അവൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ അവൻ എന്ത് ചെയ്തിരുന്നു? അവൻ്റെ വർക്ക്സിനൊക്കെ അവൻ എന്താണ് ഏൺ ചെയ്തിരുന്നല്ലോ, ഒരു ഫീ, ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഫീ അവൻ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. എന്താണ്? the young artist returned to his village. യങ് ആർട്ടിസ്റ്റ് നമ്മുടെ ആൽബ്രഷ്റ്റ് അവൻ വില്ലേജിലേക്ക് തിരിച്ചു വരികയാണ്. ദ ഡ്യൂറർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദെയർ ലോൺ. അപ്പോൾ എന്ത് ചെയ്യാണ്? ഡ്യൂറർ ഫാമിലി ഒരു ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദെയർ ലോൺ എന്ന് പറഞ്ഞാൽ പുൽത്തകിട അതൊക്കെ ഇല്ലേ, അതിനാണ്. അതിൽ വെച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്? ഒരു ഫെസ്റ്റീവ് ഡിന്നർ അറേഞ്ച് ചെയ്യാണ് ടു സെലിബ്രേറ്റ് ഹിസ് ഹോം കമ്മിങ്. അവൻ്റെ വീട്ടിലേക്കുള്ള വരവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫെസ്റ്റീവ് ഡിന്നർ ഹെൽഡ് ചെയ്യാണ്, അതായത് അവിടെ നടത്തുകയാണ്. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലോഫ്റ്റർ. എന്തായിരുന്നു അത്? ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീലായിരുന്നു, ഒരിക്കലും മറക്കാനാവാത്ത ഭക്ഷണം. അതുപോലെ തന്നെ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലോഫ്റ്റർ, അതുപോലെ തന്നെ മ്യൂസിക്കും ചിരികളൊക്കെ നിറഞ്ഞ നല്ലൊരു പരിപാടിയായിരുന്നു എന്നാണ് പറയുന്നത്. At the end, Albrecht rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition.
യെസ് നോക്കൂ, അറ്റ് ദ എൻഡ് ആൽബർട്ട് റോസ് ഫ്രം ഹിസ് കോണേഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. അപ്പോൾ എന്ത് ചെയ്യാണ് ആൽബർട്ട് തന്നെ സ്വീകരിച്ചിരുത്തിയ ബഹുമാന ഹോണേഡ് പൊസിഷൻ കൊടുത്ത് ഇരുത്തിയിരിക്കല്ലേ, അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. ദെൻ ഹി ഡ്രാങ് എ ടോസ് ടു ഹിസ് ബിലോഡ് ബ്രദർ ഫോർ ദി ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് എനാബിൾഡ് ഹിം ഫുൾഫിൽ ഹിസ് ആംബിഷൻ. തൻ്റെ ആംബിഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ച തൻ്റെ ബ്രദറില്ലേ, യെസ് അവൻ്റെ ബ്രദറിൻ്റെ സാക്രിഫൈസിന് നന്ദി പറയുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹി ഡ്രാങ് എ ടോസ് ടു ഹിസ്, അതായത് അദ്ദേഹം എന്ത് ചെയ്യണം, ടോസ്റ്റ് മീൻസ് നമ്മൾ എന്താണ് ടി വി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചിയേഴ്സ് എന്ന് പറയുന്നത്, അദ്ദേഹം കുടിച്ചിരുന്ന ഗ്ലാസ് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചുകൊണ്ട് ടോസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ടോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നന്ദി പറയുന്നതിന് വേണ്ടി എണീറ്റ് നിൽക്കുകയാണ്, അതായത് ഗ്ലാസ് ഇങ്ങനെ പൊക്കി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹീസ് ക്ലോസിംഗ് വേർഡ്സ് വേർ ആൻഡ് നൗ ആൽബർട്ട് ബ്ലെസ്ഡ് എ ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ്സ് യുവർ ടേൺ. Now you can go to the academy to pursue your dream and I will take care of you. ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വേർ, അദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് വേർഡ്സ് ആയിരുന്നു എന്താണ് നോക്കൂ, ആൻഡ് നൗ ആൽബർട്ട് ബ്ലസ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ്സ് യുവർ ടേൺ. എന്താണ് പറയുന്നത്, ആൻഡ് നൗ ആൽബർട്ട്, നോക്ക് ആൽബർട്ട് ഇനി നിങ്ങളുടെ ബ്ലസ്ഡ് ബ്രദർ ഓഫ് മൈൻ, എൻ്റെ അനുഗ്രഹീതനായ സഹോദര, നൗ ഇറ്റ്സ് യുവർ ടേൺ, ഇനി നിൻ്റെ അവസരമാണ്. ടേൺ എന്ന് പറഞ്ഞാൽ ഊഴം, അവസരം ഒക്കെയാണ്. ഓക്കെ, എന്താണ് മീനിങ് വരുന്നത്, ടേൺ എന്ന് പറഞ്ഞാൽ ഊഴം. ഓക്കെ പറയണം, അപ്പം ഇനി നിൻ്റെ ഊഴാണ്, നിൻ്റെ അവസരമാണ്. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാഡമി ടു പെർസ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. നീ എന്ത് ചെയ്യണം, അക്കാഡമിയിലേക്ക് പോയിട്ട് നിൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് പറയണം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയാണ്. All hearts turned in eager expectation to the far and the table where Albert sat. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്താണ് ഈഗർ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് അവിടെ ദൂരത്തിരുന്ന ആൽബർട്ടിനെ നോക്കുകയാണല്ലേ. ടിയേഴ്സ് were streaming down his pale face. Okay, tears were streaming down his pale face. Okay, pale face, അതായത് വിളറിയ മുഖത്ത് നിന്ന് എന്താണ് ടിയേഴ്സ് ഇങ്ങനെ ഒഴുകുകയാണല്ലേ, സ്ട്രീമിങ്, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്, സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ്. അപ്പോൾ ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്, അതായത് അദ്ദേഹത്തിൻ്റെ തല അങ്ങനെ കുനിച്ചിരുന്നിട്ട് അങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സോബ് ചെയ്യാനാണ്, തേങ്ങിക്കരയില്ലേ, നമ്മൾ തേങ്ങിക്കരയാറില്ലേ, യെസ്, ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അദ്ദേഹം ഇങ്ങനെ തല കുലുക്കിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്, നോ 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 എന്ന് പറയുകയാണല്ലേ. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അപ്പോൾ ആൽബർട്ട് റോസ് എന്ത് ചെയ്യാണ്, റോസ് എഴുതി ആൻഡ് വൈപ്പ്ഡ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര്, കവിളിൽ വന്നിരിക്കുന്ന കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ്. ഹി ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലൗഡ്. എന്നതിന് ശേഷം അദ്ദേഹം തന്നെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളിലേക്ക് നോക്കുകയാണ്. ഹി ഗ്ലാൻസ് എത്തി നോക്കുകയാണ്. Then holding his hand close to his right cheek, he said softly, "No, brother, I cannot go to the academy." The holding his hand close to his right cheek, he said softly. അദ്ദേഹം പതുക്കെ പറയാണ്, സോഫ്റ്റായിട്ട് പറയാണ്, നോ ബ്രദർ, ഇല്ല സഹോദര, ഐ കനോട്ട് ഗോ ടു ദ അക്കാഡമി, എനിക്ക് അക്കാദമിയിലേക്ക് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ടു ലൈറ്റ് ഫോർ മീ, അതെനിക്ക് വളരെയധികം വൈകിപ്പോയി, ടൈമൊക്കെ അതിൻ്റെ വൈകിപ്പോയെന്ന് പറയാണ്. ലുക്ക് വാട്ട് 4 years in the mines have done to my hands. എൻ്റെ കൈകളിലേക്ക് നോക്കാൻ പറയുകയാണല്ലേ. ഈ 4 വർഷങ്ങൾ മൈനിലുണ്ട്, എൻ്റെ 4 വർഷങ്ങൾ എൻ്റെ കൈകൾ എന്താണ്, എൻ്റെ കൈകൾക്ക് എന്താണ് സംഭവിച്ചത് നോക്കുക എന്ന് പറയാണല്ലേ. ചിത്രത്തിൽ നോക്കൂ, യെസ് നമുക്ക് കാണാനുണ്ടല്ലേ, നോക്കൂ. ദ ബോൺസ് ഇൻ എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ഐ കനോട്ട് ഈവൻ ടു ഹോൾഡ് എ ഗ്ലാസ് ടു ടേൺ യുവർ ടോസ്, മച്ച് ലെസ് മേക്ക് അണ്ടർ എ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ ബ്രഷ്. എന്താണ് അദ്ദേഹം പറയുന്നത്, യെസ്, ദ ബോൺ ഇൻ എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. എന്താണ് ബോൺസ് ഇൻ എവറി ഫിംഗർ, എൻ്റെ എല്ലാ ഫിംഗറിൻ്റെയും ബോൺസ് എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും സ്മാഷ് ആയിട്ടുണ്ട്, കട്ട് ചെയ്ത്, അതായത് നുറുങ്ങി പോയിട്ടുണ്ടെന്ന് പറയാണ്. ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്. എനിക്കെന്താണ് നിൻ്റെ ടോസ്റ്റ് നമ്മൾ പറഞ്ഞു, എന്താണ് നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കില്ലേ, ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അതിന് യെസ് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, യെസ്, ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചിയേഴ്സ് പറയാറില്ലേ, ചിയേഴ്സ് പറയുന്നത് നമ്മുടെ ടോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ്. നിൻ്റെ ടോസ്റ്റിനൊരു റിട്ടേൺ ചെയ്യാൻ പോലും, തിരിച്ച് നിന്നോട് ടോസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് എന്താണ് കഴിയില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ്, യെസ്, മേക്ക് എൻ ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് പേപ്പർ വിത്ത് എ പെൻ ഓർ എ ബ്രഷ്. അല്ല അതുപോലും ചെയ്യാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് ഒരു ക്യാൻവാസിൽ ആർട്ട് ചെയ്യുക, ഒരു പെന്നോ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ആർട്ട് ചെയ്യുക എന്ന് അദ്ദേഹം പറയാണ്.
മോർ ദാൻ 500 years have passed. എന്താണ്? യെസ്, 500 വർഷങ്ങൾക്കധികം കടന്നുപോയി. ബൈ നൗ ഹൺഡ്രഡ്സ് ഓഫ് ആൽബർട്ട് ഡ്യൂറർ മാസ്റ്റർഫുൾ പോർട്രേറ്റ്സ്, പെൻ ആൻഡ് സിൽവർ പോയിന്റ് സ്കെച്ചസ്, വാട്ടർ കളേഴ്സ്, ചാർക്കോൾസ്, വുഡ് കട്ട്സ് ആൻഡ് കോപ്പർ ഇംപ്രഷൻസ് ഹാങ് എവറി ഗ്രേറ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ്. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറർ വർക്ക്സ്. By now, hundreds of Albert Dürer masterful portraits, pen and silver, point sketches, watercolors, charcoals, wood cuts and copper impressing hang in every great museum in the world. എന്താ പറയുന്നത്? യെസ്, ഹൺഡ്രഡ്സ് ഓഫ്, അതായത് 100ഓളം ആൽബർട്ട് ഡ്യൂറർ മാസ്റ്റർഫുൾ പെയിൻറ്റിങ്സ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ യെസ് പെയിൻറ്റിങ്സിലെ യെസ് മാസ്റ്റർഫുൾ പെയിൻറ്റിങ്സ് ഒക്കെ എന്താണ്? പെൻ ആൻഡ് സിൽവർ പോയിന്റ് സ്കെച്ചസ്, അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ്, ചാർക്കോൾസ്, ദെൻ വുഡ് കട്ട്സ് ആൻഡ് കോപ്പർ ഇംപ്രഷൻ, അങ്ങനെയുള്ള എല്ലാ പെയിൻറ്റിങ്സാണ് എന്താണ്? ഹാങ് ഇൻ എവറി ഗ്രേറ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഗ്രേറ്റ് മ്യൂസിയത്തിലൊക്കെ നമുക്കത് കാണാമെന്നാണ് പറയുന്നത്. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറർ വർക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അധികം ആളുകളും എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഫെമിലിയർ ആയിട്ട് അവർക്ക് അറിയാവുന്നത്. വൺ ഡേ ഹി ഡിസൈഡഡ് ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈഡ്. യെസ്, എന്താ പറയുന്നത്? യെസ്, വൺ ഡേ ഹി ഡിസൈഡഡ്, ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ, ടു ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈഡ്. അദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത, സാക്രിഫൈസ് ചെയ്ത ആൽബർട്ട് ബ്രദറില്ലേ, ആൽബർട്ടിന് വേണ്ടിയിട്ട് ഹോമേജ്, അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ദെൻ ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together within thin fingers stretched skyward. എന്താ പറയുന്നത്? യെസ്, ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands, അദ്ദേഹത്തിൻ്റെ അബ്യൂസ്ഡ് ഹാൻഡ്സിലെ യെസ് വിത്ത് പാംസ് held together with then fingers stretched skyward, അതായത് സ്കൈവാർഡ്, ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട്, അതായത് ആ കൈ കൂപ്പി നിൽക്കുന്ന രീതിയിലില്ലേ യെസ് അദ്ദേഹത്തിൻ്റെ തിൻ ഫിംഗേഴ്സ്, ആ മെലിഞ്ഞ ശോഷിച്ച ഫിംഗേഴ്സ് എന്ത് ചെയ്യാണ്? ഒരു കൈ കൂപ്പി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ്സ് അദ്ദേഹം വരച്ചു. ഹി കോൾഡ് ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. അദ്ദേഹം ആ പവർഫുൾ ഡ്രോയിങ്ങിനെ എന്താ വിളിച്ചത്? യെസ്, സിംപ്ലി ഹാൻഡ്സ് എന്ന് വിളിച്ചു. ലളിതമായി എന്ത് വിളിക്കുകയാണ്? ഹാൻഡ്സ് എന്ന് വിളിച്ചു. ബട്ട് ദ വേൾഡ് റീനൈംഡ് ഹിസ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് ദ പ്രേയിങ് ഹാൻഡ്സ്. പക്ഷേ ലോകം അതിനെ വീണ്ടും റീനൈം ചെയ്തിട്ട് എന്താ വിളിച്ചത്? യെസ്, ദ പ്രേയിങ് hands. The next time you see a copy of that touching creation, take a second look. Let us remember to that no one ever makes it alone. യെസ്, ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദ ടച്ചിങ് ക്രിയേഷൻ. ആ ടച്ചിങ് ക്രിയേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ടേക്ക് എ സെക്കൻഡ് ലുക്ക്, എന്ത് ചെയ്യുക? നിങ്ങൾ അതിലൊന്ന് ആദരപൂർവ്വം നോക്കുക. ലെറ്റ് എസ് റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. ലെറ്റ് എസ് റിമെമ്പർ ദാറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക? റിമെമ്പർ ചെയ്യുക, അതായത് ഓർമ്മിക്കുക. എന്താണ്? നോ വൺ എവർ, അതായത് ഒരാൾക്ക് ഒരിക്കലും മേക്ക് ഇറ്റ് അലോൺ, ഒരിക്കലും തനിയെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതായത് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ കഴിയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിരുന്നല്ലേ സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസായി നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വൈ വാസ് ഇറ്റ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി? ഡ്യൂറർ ഫാമിലിക്ക് ഭക്ഷണം കണ്ടെത്തുക എന്നുള്ളത് എന്തായിരുന്നു? ടഫുള്ളൊരു വർക്കായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇസ് ദ ഡ്യൂറർ ഫാമിലി ഹാഡ് 18 ചിൽഡ്രൻ. ഡ്യൂറർ ഫാമിലിയിൽ എന്താണ്? 18 മക്കളുണ്ടായിരുന്നു. യെസ്, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫീഡ് എവറി വൺ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡ് ടു ടോസ് എ കോയിൻ? എന്തുകൊണ്ടാണ് ബ്രദേഴ്സ് കോയിൻ ടോസ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? യെസ്, ദ ബ്രദർ ഡിസൈഡ് ടു ടോസ് എ കോയിൻ ടു ചൂസ് ഹൂ വുഡ് വർക്ക് ഇൻ ദ മൈൻസ് ടു സപ്പോർട്ട് ദ അതേഴ്സ് ആർട്ട് സ്റ്റഡീസ്. അതായത് അവർ ഈ ടോസ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? യെസ്, ടു ചൂസ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൂ വുഡ് വർക്ക് ഇൻ ദ മൈൻഡ്സ് ടു സപ്പോർട്ട് ദ അതേഴ്സ് ആർട്ട് സ്റ്റഡീസ്. അതായത് മറ്റാളുടെ ആർട്ട് സ്റ്റഡീസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈൻഡിൽ ആരാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് കണ്ടെത്താൻ, അത് തിരഞ്ഞെടുക്കാനാണ് അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? യെസ്, ടോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബർട്ട്സ് റിട്ടേൺ? എങ്ങനെയാണ് ഡ്യൂറർ ഫാമിലി
ഫാമിലി ആൽബ്രഷ്റ്റിൻ്റെ തിരിച്ചു വരവ് സെലിബ്രേറ്റ് ചെയ്തത്. എങ്ങനെയൊക്കെയായിരുന്നു? യെസ്, ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബ്രഷ് റിട്ടേൺ വിത്ത് എ ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദെയർ ലോൺ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലോഫ്റ്റർ. എന്താണ്? യെസ്, ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ചെയ്ത് ആൽബ്രഷ് റിട്ടേൺ വിത്ത് എ ഫെസ്റ്റീവ് ഡിന്നർ. ഒരു ഫെസ്റ്റീവ് ഡിന്നർ അല്ലേ, എവിടെയായിരുന്നു ഡിന്നർ? യെസ്, ഓൺ ദെയർ ലോൺ, അവരുടെ ആ പുൽത്തകിടിയിൽ ഒരു ഫെസ്റ്റീവ് ഡിന്നർ അറേഞ്ച് ചെയ്ത് ദെൻ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലോഫ്റ്റർ. അത് എങ്ങനെ ഫിൽഡ് ആയിരുന്നു? ആ മ്യൂസിക്കും ലോഫ്റ്ററും ചിരികളൊക്കെ ഫിൽഡ് ചെയ്തിട്ടുള്ളൊരു ഫെസ്റ്റീവ് ഡിന്നറാണല്ലോ അവർ സെലിബ്രേറ്റ് ചെയ്തു. Then fourth question, what message do we get from the story of Albert and Albrecht? എന്താണല്ലേ ആൽബർട്ടും ആൽബ്രഷ്റ്റിൻ്റെ ഈ സ്റ്റോറി എന്ത് മെസ്സേജാണ് നമുക്ക് നൽകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബ്രഷ്റ്റ് ടീച്ച് അസ് അബൌട്ട് ദ സെൽഫ്ലെസ് സാക്രിഫൈസ് ആൻഡ് ലവ്. എന്താണ്? ആൽബർട്ടിൻ്റെയും ആൽബ്രഷ്റ്റിൻ്റെയും സ്റ്റോറി നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു? യെസ്, സെൽഫ്ലെസ് ആയിട്ടുള്ള സാക്രിഫൈസ്, ത്യാഗത്തിനെയും സ്നേഹത്തെയും കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ആൽബർട്ട് ഗേവ് അപ്പ് ഹിസ് ഡ്രീം ടു സപ്പോർട്ട് ഹിസ് ബ്രദർ. അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആൽബർട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് ഗിവ് അപ്പ് ചെയ്യാണ്, അല്ലേ, ഉപേക്ഷിക്കുകയാണ്. ഷോയിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഹെൽപ്പിംഗ് ആൻഡ് കെയറിങ് ഓഫ് അതേഴ്സ്. ഇതെന്താണ്? ഹെൽപ്പിംഗ് ആൻഡ് കെയറിങ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനും കെയർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളെ കാണിക്കുന്നത്. ആൽബ്രഷ്റ്റ് ഹോണേഡ് ഹിസ് ബ്രദേഴ്സ് സാക്രിഫൈസ്. അപ്പോൾ ആൽബ്രഷ്റ്റ് തിരിച്ചെന്താ ചെയ്യുന്നത് അവൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട്? യെസ്, ഹോണേഡ് ഹിസ് ബ്രദേഴ്സ് സാക്രിഫൈസ് റിമൈൻഡിങ് അസ് ടു ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ഹു സപ്പോർട്ട് അസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രദേഴ്സിൻ്റെ സാക്രിഫൈസിനെ അദ്ദേഹം ആദരിക്കുന്നുണ്ട്, അല്ലേ, ആൽബ്രഷ്റ്റ് ആദരിക്കുന്നുണ്ട്. റിമൈൻഡിങ് us to be grateful for those who support us. ആരാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരോട് എപ്പോഴും നമ്മൾ എന്താണ്? ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ഈ ഒരു മെസ്സേജ് അല്ലേ സ്റ്റോറി നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.